ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ONGC ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ നൽകാം. പട്ടിക വിഭാഗക്കാർ, പിന്നാക്കക്കാർ, സാമ്പത്തികമായി പിന്നാക്ക നിൽക്കുന്ന പൊതുവിഭാഗക്കാർ എന്നിവർക്കാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. 2024-25 വർഷത്തിൽ MBBS, എഞ്ചിനീയറിംഗ് എന്നീ ബിരുദ കോഴ്സുകൾക്കോ MBA, ജിയോളജി, ജിയോഫിസിക്സ് എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കോ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ ഫുൾ ടൈം കോഴ്സിന് പ്രവേശനം നേടിയവർ ആയിരിക്കണം. ബിരുദ കോഴ്സിന് പ്രവേശനം നേടിയവർ +2-ന് 60% മാർക്കും, ബിരുദാനന്തര ബിരുദ കോഴ്സിന് പ്രവേശനം നേടിയവർ ബിരുദ പരീക്ഷയ്ക്ക് 60% മാർക്കും നേടിയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം പട്ടിക വിഭാഗത്തിന് 4.5 ലക്ഷത്തിൽ താഴെയും OBC, സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർ എന്നിവർക്ക് 2 ലക്ഷത്തിൽ താഴെയുമായിരിക്കണം. ഓഗസ്റ്റ് 1-ന് 30 വയസ്സ് പൂർത്തിയാകാത്തവർ അപേക്ഷിച്ചാൽ മതി. അർഹരായ വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 18-ന് അകം www.ongcscholar.org എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഉപയോഗത്തിലിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ, ബാങ്ക് അക്കൗണ്ട് എന്നിവ വേണം. എല്ലാ വിഭാഗത്തിൽ നിന്നുമായി ഇന്ത്യയിൽ ആകെ തിരഞ്ഞെടുക്കപ്പെടുന്ന 2000 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കുക. പട്ടിക വിഭാഗക്കാർ 1000, മറ്റു പിന്നാക്ക വിഭാഗക്കാർ 500, സാമ്പത്തിക പിന്നാക്ക വിഭാഗക്കാർ 500 എന്നിങ്ങനെ വർഷത്തിൽ 48,000 രൂപയായിരിക്കും സ്കോളർഷിപ്പായി ലഭിക്കുക. 50% സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കായിരിക്കും. കേരളം ഉൾക്കൊള്ളുന്ന സൗത്ത് സോണിൽ നിന്ന് യോഗ്യത നേടിയവരിൽ നിന്ന് 400 പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. പ്രവേശനം ലഭിച്ചതിന് ശേഷം തുടർ വർഷങ്ങളിൽ സെമസ്റ്ററുകളിൽ 60% മാർക്ക് നേടിയാൽ മാത്രമാണ് സ്കോളർഷിപ്പ് തുടരാനാവുക. ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പഠിക്കുന്ന BPL വിഭാഗക്കാരായ വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നൽകുന്ന 5000 രൂപ വീതമുള്ള മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് ഫോർ BPL സ്റ്റുഡൻസ് എന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. +1 വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് സ്കൂൾ തല കമ്മിറ്റി പരിശോധിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത്. +1-ൽ സ്കോളർഷിപ്പ് യോഗ്യത നേടുന്നവർക്ക് +2-ലും സ്കോളർഷിപ്പിന് അർഹത ഉണ്ടാകും. ജനറൽ കാറ്റഗറി, പട്ടികജാതി പട്ടികവർഗ വിഭാഗം, ആർട്സ്, സ്പോർട്സ്, ഭിന്നശേഷി വിഭാഗക്കാർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് സ്കോളർഷിപ്പ് നൽകി വരുന്നത്. സെപ്റ്റംബർ 26-നകം അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. ബിരുദതലത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാനും പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ തുടർന്ന് പഠിക്കാനും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ നൽകാം. സയൻസ് ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ അർഹത. ഓരോ വർഷവും 12,000 സ്കോളർഷിപ്പുകളാണ് അനുവദിക്കുന്നത്. 2024-ൽ 12ാം ക്ലാസ് പരീക്ഷ അംഗീകൃത കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ബോർഡിൽ നിന്ന് ജയിച്ചവർക്കാണ് അധിക യോഗ്യതാ വ്യവസ്ഥ തൃപ്തിപ്പെടുന്നതിന് വിധേയമായി അപേക്ഷിക്കാനുള്ള അർഹത. 2024-25-ൽ അംഗീകൃത കോളേജിൽ അല്ലെങ്കിൽ സർവകലാശാലയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നാച്ചുറൽ അല്ലെങ്കിൽ ബേസിക് സയൻസ് വിഷയമെടുത്ത് BSc അല്ലെങ്കിൽ BS അല്ലെങ്കിൽ BSc വിത്ത് റിസർച്ച് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിൽ പഠിക്കുന്നവർ ആയിരിക്കണം. മുൻ വർഷങ്ങളിൽ +2 ജയിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. മുകളിൽ പറഞ്ഞ വിഷയങ്ങളിലൊന്ന് ബിരുദ തല പഠനത്തിന് തിരഞ്ഞെടുത്തിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, ആസ്ട്രോഫിസിക്സ്, അസ്ട്രോണമി, ഇലക്ട്രോണിക്സ്, ബോട്ടണി, സുവോളജി, ബയോ കെമിസ്ട്രി, ആന്ത്രോപോളജി, മൈക്രോബയോളജി, ജിയോഫിസിക്സ്, ജിയോ കെമിസ്ട്രി, അറ്റ്മോസ്ഫിറിക് സയൻസ്, ഓഷ്യൻ സയൻസസ് എന്നിവയാണ് അനുവദനീയമായ വിഷയങ്ങൾ. പ്രായം 17-നും 22-നും ഇടയിലായിരിക്കണം. പ്രതിവർഷം 80,000 രൂപയാണ് സ്കോളർഷിപ്പ് മൂല്യം. പ്രതിമാസം 5,000 രൂപ നിരക്കിൽ വർഷത്തിൽ 60,000 രൂപ ലഭിക്കും. 60,000 രൂപ പണമായി നൽകും. 20,000 രൂപ സമ്മർ ടൈം മെൻറ്റർഷിപ്പ് ഗ്രാൻഡായും നൽകും. സ്കോളർമാരിൽ ശാസ്ത്രമൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും ശാസ്ത്ര അഭിരുചി രൂപപ്പെടുത്തിയെടുക്കാനും അവർക്ക് സമ്മർ റിസർച്ച് പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ എല്ലാ വർഷവും മെൻറ്റർഷിപ്പ് ഗ്രാൻഡ് അനുവദിക്കും. വേനൽ അവധിക്കാലത്ത് മാതൃസ്ഥാപനത്തിന് പുറത്ത് അംഗീകൃത ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നിലാണ് സമ്മർ റിസർച്ച് പ്രോജക്റ്റിൽ എൻറോൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ദൈർഘ്യം 6 മുതൽ 8 ആഴ്ചകൾ വരെ ആകാം. പ്രോജക്റ്റ് പൂർത്തിയാക്കിയ ശേഷം ഗ്രാൻഡ് തുക സ്കോളറുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. പ്രോജക്റ്റ് പൂർത്തിയാക്കിയ ശേഷം പ്രോജക്റ്റ് റിപ്പോർട്ടും മെൻറ്ററിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റും സ്കോളർമാർ DSTക്ക് നൽകണം. 2024-ൽ +2 പരീക്ഷയിൽ തൻ്റെ ബോർഡിൽ മുന്നിലെത്തിയ 1% വിദ്യാർത്ഥികളിൽ ഉൾപ്പെട്ടിരിക്കണം. കൂടാതെ നാച്ചുറൽ അല്ലെങ്കിൽ ബേസിക് സയൻസ് വിഷയമെടുത്ത് BSc, BSc വിത്ത് റിസർച്ച്, ഇൻ്റഗ്രേറ്റഡ് MSc, ഇൻ്റഗ്രേറ്റഡ് MS തുടങ്ങിയവയിലൊന്നിൽ ഇന്ത്യയിൽ പഠിക്കുന്ന
JEE മെയിൻസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് നീറ്റ് UG എന്നിവയിലൊന്നിൽ 10,000-നുള്ളിൽ റാങ്ക് നേടിയവർ, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ അഥവാ NTSE സ്കോളർമാർ, ഇൻ്റർനാഷണൽ ഒളിമ്പ്യാഡ് മെഡലിസ്റ്റുകൾ, ജഗദീഷ് ബോസ് നാഷണൽ സയൻസ് ടാലൻറ്റ് സെർച്ച് സ്കോളർമാർ എന്നിവരും അപേക്ഷിക്കാൻ അർഹരാണ്. അപേക്ഷ ഓൺലൈൻ inspire.gov.in എന്ന വെബ്സൈറ്റ് വഴി ഒക്ടോബർ 15 വരെ നൽകാം. മാർഗ്ഗനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ നൽകിയതിനു ശേഷം അതിൻ്റെ പ്രിൻ്റൗട്ട് ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കണം. പ്രിൻ്റൗട്ട് രേഖകൾ എവിടേക്കും അയക്കേണ്ടതില്ല. +2 തലത്തിലെ അർഹതാ വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കി സ്കോളർഷിപ്പിന് അർഹത നേടുന്നവർ ബിരുദതല പഠനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലെ പഠനത്തിൽ തുടരുന്ന പക്ഷം 2 വർഷത്തേക്ക് കൂടി സ്കോളർഷിപ്പ് ലഭിക്കും. PG പഠനങ്ങൾക്ക് പരിഗണിക്കപ്പെടുന്നതിലേക്ക് 30 വിഷയങ്ങൾ നിലവിൽ അംഗീകരിച്ചിട്ടുണ്ട്. വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, സ്റ്റാറ്റി, ജിയോളജി, ആസ്ട്രോഫിസിക്സ്, ആസ്ട്രോണമി, ഇലക്ട്രോണിക്സ്, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, ആന്ത്രപ്പോളജി, മൈക്രോബയോളജി, ജിയോഫിസിക്സ്, ജിയോകെമിസ്ട്രി, അറ്റ്മോസ്ഫിയറിക് സയൻസ്, ഓഷൻ സയൻസ്, ഇക്കോളജി, മറൈൻ ബയോളജി, ജനറ്റിക്സ്, ബയോഫിസിക്സ്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജി, ഡാറ്റ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസസ്, മെറ്റീരിയൽ സയൻസ്, നാനോ സയൻസ്, റിമോട്ട് സെൻസിംഗ് ആൻഡ് GIS ഇവയിൽ ഒന്ന് എടുത്തായിരിക്കണം PG പഠനം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഓൺലൈൻ inspire.gov.in. വനിതകൾ ഗൃഹനാഥരായ കുടുംബത്തിലെ 1-ാം ക്ലാസ് മുതൽ ബിരുദതലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ വിദ്യാധനം സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ നൽകാം. www.schemes.wcd.kerala.gov.in എന്ന വെബ് പോർട്ടലിൽ ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത്. അവസാന തീയതി ഡിസംബർ 15. 1 മുതൽ 5 വരെ ക്ലാസ്സുകാർക്ക് വർഷം 3,000 രൂപയാണ് സ്കോളർഷിപ്പ്. 6 മുതൽ 10 വരെ 5,000 രൂപയും, ഹയർ സെക്കൻഡറിയിൽ 7,500 രൂപയും, ബിരുദതലത്തിൽ 10,000 രൂപയും ലഭിക്കും. BPL കുടുംബവും മക്കൾ സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരുമായിരിക്കണം. APL ആണെങ്കിൽ അർഹതപ്പെട്ട വിഭാഗമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ മാത്രമേ പരിഗണിക്കൂ. കുടുംബത്തിൽ പരമാവധി 2 കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഭർത്താവിനെ കാണാതായി 1 വർഷം പിന്നിട്ടവർ, നിയമപരമായ വിവാഹത്തിലൂടെയല്ലാതെ അമ്മയായവർ, ഭർത്താവിന് നട്ടെല്ലിന് ക്ഷതമോ പക്ഷാഘാതമോ നിമിത്തം ജോലി ചെയ്യാനാകാത്ത വിധം കിടപ്പിലായ കുടുംബത്തിലെ സ്ത്രീകൾ തുടങ്ങിയവർക്ക് അപേക്ഷ നൽകാം. ആവശ്യമായ രേഖകൾ അപേക്ഷിക്കാനായി റേഷൻ കാർഡ്, വോട്ടർ ID, അമ്മയുടെയും കുട്ടിയുടെയും ആധാർ കാർഡ്, ഇരുവരുടെയും ഒന്നിച്ചുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ എന്നിവ വേണം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയവരും ഭർത്താവിനെ കാണാതായി 1 വർഷം പിന്നിട്ടവരും വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് കോടതി ഉത്തരവിൻ്റെ പകർപ്പും, ഭർത്താവിന് നട്ടെല്ലിന് ക്ഷതമോ പക്ഷാഘാതമോ നിമിത്തം ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുള്ളവർക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും, നിയമപരമായി വിവാഹിതരല്ലാത്ത അമ്മമാർക്ക് ICDS സൂപ്പർവൈസറുടെ സാക്ഷ്യപത്രവും ആവശ്യമാണ്. എല്ലാ അപേക്ഷകർക്കും പുനർവിവാഹിതർ അല്ലെന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റും വേണം. 6-ാം ക്ലാസ് മുതൽ PG വരെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI നൽകുന്ന ആശ സ്കോളർഷിപ്പ് പ്രോഗ്രാമിന് ഇപ്പോൾ അപേക്ഷ നൽകാം. ഒക്ടോബർ 1 അവസാന തീയതി. രാജ്യത്ത് പിന്നാക്ക പശ്ചാത്തലങ്ങളിൽ കഴിയുന്ന 10,000 പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുക. 6-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഒക്ടോബർ 1 വരെ അപേക്ഷ സമർപ്പിക്കാം. പ്രതിവർഷം 15,000 രൂപ മുതൽ 7.5 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ്. സ്കൂൾ വിദ്യാർത്ഥികൾ, ബിരുദധാരികൾ, ബിരുദാനന്തര ബിരുദധാരികൾ, ഇന്ത്യയിലെ IITകളിലും IIMകളിലും എൻറോൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ എന്നിവർക്കായി പ്രത്യേക വിഭാഗങ്ങൾ ഈ സ്കോളർഷിപ്പിൽ നൽകും. SC/ST വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാൻ ആവശ്യമായ സഹായവും സ്കോളർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. അപേക്ഷ നൽകുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.SBIFASHAscholarship.org. അഖിലേന്ത്യാ സാങ്കേതിക വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിൽ 2024-25 വർഷം ഗേറ്റ് അല്ലെങ്കിൽ സീഡ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ സമയ ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ MDes കോഴ്സുകളിൽ പ്രവേശനം ലഭിച്ചവർക്ക് AICTE PG സ്കോളർഷിപ്പിന് pgscholarship.aicteindia.org രജിസ്റ്റർ ചെയ്യാം. പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന യുണീക്ക് ID ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മാർഗ്ഗനിർദ്ദേശങ്ങൾ www.aicteindia.org/schemes/
www.sec.gov/students development schemes/PG സ്കോളർഷിപ്പ് സ്കീം എന്ന ലിങ്കിൽ ലഭ്യമാണ്. നവംബർ 30-നകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അർഹതയുള്ളവർക്ക് AICTE പ്രതിമാസം 12,400 രൂപ വീതം 24 മാസത്തേക്ക് സ്കോളർഷിപ്പ് അനുവദിക്കും. തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. ഹയർ സെക്കൻഡറി പരീക്ഷയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ഏർപ്പെടുത്തിയ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. മുൻ വർഷങ്ങളിൽ സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് പുതുക്കാനും നിലവിൽ അവസരമുണ്ട്. യോഗ്യത: ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ VHSE ബോർഡുകളിൽ 2024 നടത്തിയ 12ാം ക്ലാസ് പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് നേടി ഏതെങ്കിലും റെഗുലർ ബിരുദ പ്രോഗ്രാമിന് ചേർന്നവർക്കാണ് അർഹത. പ്രായം 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 4.5 ലക്ഷം രൂപയിൽ കവിയരുത്. കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് ഡിപ്ലോമ കോഴ്സുകൾക്കാർക്കും മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കും അർഹതയില്ല. ആകെ സ്കോളർഷിപ്പിൻ്റെ 50% പെൺകുട്ടികൾക്കും, 15% SC വിഭാഗത്തിനും, 7.5% ST വിഭാഗത്തിനും, 27% OBC വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും 5% ഭിന്നശേഷിക്കാർക്ക് നീക്കിവച്ചിട്ടുണ്ട്. ബിരുദതലം മുതൽ പരമാവധി 5 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾക്കും ലഭിക്കും. ദേശീയ തലത്തിൽ ഓരോ വർഷവും 82,000 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ബിരുദതലത്തിൽ ഒരു വർഷം 12,000 രൂപയും ബിരുദാനന്തര ബിരുദ തലത്തിൽ വർഷത്തിൽ 20,000 രൂപയുമാണ് ലഭിക്കുക. വർഷം തോറും സ്കോളർഷിപ്പ് പുതുക്കണം. വാർഷിക പരീക്ഷയിൽ 50% മാർക്കും 75% ഹാജരുള്ളവർക്ക് മാത്രമേ പുതുക്കാൻ കഴിയുകയുള്ളൂ. വിദ്യാർത്ഥിയുടെ പേരിൽ ദേശസാൽകൃത അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണം. സ്കോളർഷിപ്പ് തുക ഈ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ആവും. അപേക്ഷ നൽകാൻ ഒക്ടോബർ 31-നകം scholarships.gov.in എന്ന വെബ്സൈറ്റ് വഴി പുതിയ സ്കോളർഷിപ്പിനും നിലവിലുള്ള സ്കോളർഷിപ്പ് പുതുക്കുന്നതിനും അപേക്ഷ സമർപ്പിക്കാം. സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റൗട്ട്, അനുബന്ധ രേഖകളുടെ പകർപ്പുകൾ എന്നിവ സ്ഥാപന മേധാവി മുൻപാകെ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് മുകളിൽ പറഞ്ഞ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഹ്യൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിൽ പഠിക്കുന്ന 1-ാം വർഷ മലയാളി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. പ്രതിവർഷം 50,000 രൂപ അഥവാ $600 ആയിരിക്കും സ്കോളർഷിപ്പ്. വിദ്യാർത്ഥികളുടെ പഠന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ബിരുദം അവസാനിക്കുന്നതുവരെ സ്കോളർഷിപ്പ് ലഭിക്കും. 1.5 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനം. കീം പ്രവേശന പരീക്ഷയിൽ 5,000 വരെയുള്ള റാങ്കിൽ ഉൾപ്പെട്ടവർ. ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾക്ക് NATA സ്കോർ 110-ന് മുകളിൽ, 10ലും +2ലും 85%-ത്തിലധികം മാർക്ക് എന്നിവയാണ് യോഗ്യത. അവസാന തീയതി നവംബർ 30. വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും വെബ്സൈറ്റ് www.meahouston.org. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച SSLC അല്ലെങ്കിൽ THSLC അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുകയും എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്ത പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മക്കൾക്കുള്ള ക്യാഷ് അവാർഡിനും സർട്ടിഫിക്കറ്റിനുമുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.nftwkerala.org. കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ മക്കളിൽ 2023-24 അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ സ്റ്റേറ്റ്, CBSE, ICSE പരീക്ഷകളിൽ ഓരോന്നിനും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അതത് താലൂക്ക് സപ്ലൈ ഓഫീസർ അല്ലെങ്കിൽ സിറ്റി റേഷനിംഗ് ഓഫീസുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. താലൂക്ക് സപ്ലൈ ഓഫീസർ അല്ലെങ്കിൽ സിറ്റി റേഷനിംഗ് ഓഫീസർ മുഖാന്തരം കേരള റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 30 വൈകുന്നേരം 5 മണി.